മഹേഷ്, മലപ്പുറത്തിന്റെ ഒരു കണക്ക് എങ്ങനെയാണ്? പ്രത്യേകിച്ച് അവിടെ കഴിഞ്ഞ തവണത്തെ കണക്കുകൾ നമുക്ക് ഇത്തവണ കൂട്ടിക്കഴിക്കാൻ കഴിയില്ല. പ്രത്യേകിച്ച് TMC അൻവറിന്റെ വരവ്, ഒതായിലടക്കം അൻവറിന്റെ ഒരു എഫക്റ്റ് എങ്ങനെ ഉണ്ടാകും എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ച് ഉപതെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതാണ്, അൻവർ പിടിച്ച വോട്ട് നമ്മൾ കണ്ടതാണ്. അപ്പോൾ അൻവർ ഫാക്ട് എത്രത്തോളം അവിടെ ഉണ്ടാകുമെന്ന് നമുക്കറിയേണ്ടതുണ്ട്. അതിനു മുൻപ് 2020 മലപ്പുറം എങ്ങനെയായിരുന്നു ചിത്രം, മഹേഷ്? യെസ് അജി, കഴിഞ്ഞ തവണ UDF-നെ സംബന്ധിച്ചിടത്തോളം കേരളം ആകെ ചുവന്ന് തുടുത്തിരിക്കുമ്പോഴും UDF-ന്റെ ഒരു പച്ച തുരുത്തായിരുന്നു യഥാർത്ഥത്തിൽ മലപ്പുറം ജില്ല എന്ന് പറയുന്നത്. മലപ്പുറം ജില്ലയിലെ ത്രിതല പഞ്ചായത്ത് തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ ഒരു പച്ച തുരുത്ത് തന്നെയായിരുന്നു. നോക്കൂ, ഇതാണ് കണക്ക്. UDF-ന്റെ മെജോറിറ്റി തേരോട്ടം നമ്മൾ കഴിഞ്ഞ തവണയും മലപ്പുറം ജില്ലയിൽ ആകെ കണ്ടു. 32 ഡിവിഷനുകൾ, ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകൾ. അതിൽ 27ഇടത്തും UDF, 5ഇടത്ത് മാത്രമായി LDF ഒതുങ്ങുന്നു. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നമ്മൾ നോക്കിയാലും ഒരുപക്ഷെ ഇതിനും തിരിച്ചുള്ള കണക്കാണ് നമ്മൾ വായിച്ചതും അറിഞ്ഞതുമെല്ലാം. പക്ഷേ മലപ്പുറത്തോട്ടെത്തുമ്പോൾ അവിടെ വിയറക്കുന്നത് കാണാം, അവിടെ LDF. പക്ഷേ നോക്കൂ, അവിടെ 12 നഗരസഭകളാണ് ആകെ മലപ്പുറം ജില്ലയിലുള്ളത്. അവിടെയും 9ഇടത്ത് UDF, 3ഇടത്ത് മാത്രമായി LDF മാറുന്നത് കണ്ടു. ബ്ലോക്ക് പഞ്ചായത്തുകൾ 15 12 UDF, 12ഇടത്ത് UDF, LDF 3 പഞ്ചായത്തുകളുടെ കണക്കുകൾ, ഗ്രാമപഞ്ചായത്തുകൾ 94, 70ഇടത്ത് UDF, 70 അതാണ് കണക്ക്, അതാണ് ഫിഗർ. അവിടുത്തെ ഏറ്റവും വലിയ ഒരു പക്ഷേ മറ്റു ഒരു 5 or 10 ജില്ലകളുടെ കണക്ക് കൂട്ടിയാൽ പോലും ഇങ്ങനെ ഈ 70ലേക്ക് എത്തണമെന്നില്ല. കാരണം വളരെ ചുരുക്കം ചില ജില്ലകൾ മാത്രമാണ് വലിയൊരു മുന്നേറ്റമൊക്കെ നടത്തിയത്. പക്ഷേ 70 വളരെ കൃത്യമായ ഒരു മറുപടി അവിടെ UDF-ന്റെ ഭാഗത്ത് നിന്ന് വരുന്നത്. LDF 24, BJP ഇല്ല. മലപ്പുറത്ത് BJPക്ക് ഒരു സാധ്യതയും കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലും കാര്യമായി സമീപകാല തെരഞ്ഞെടുപ്പുകളിലൊന്നും അങ്ങനെ ഒരു കണക്ക് അവിടെ കാണാനില്ല. എന്തായാലും UDF-നെ സംബന്ധിച്ചിടത്തോളം ആശ്വാസമുള്ള ഒരു പച്ചത്തുരുത്ത്, അതാണ് മലപ്പുറം. ആ പച്ചത്തുരുത്തിന്റെ കഥ ജംഷീർ പറയും. ജംഷീർ, ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചൊരു ഫാക്ട് ഉണ്ടല്ലോ, 2020 അവിടെ PV അൻവർ എന്നൊരു വ്യക്തി 2025 വരുമ്പോൾ TMC-യുമായി മുന്നോട്ട് വരുന്നു. ഒതായിലടക്കം വലിയ സ്വാധീനം, നിലമ്പൂരിൽ വലിയ സ്വാധീനമുണ്ട്. അത് നമ്മൾ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ കണ്ടതാണ്. എങ്ങനെയായിരിക്കും നിലമ്പൂരിന്റെ മനസ്സ് ഇത്തവണ വിധി എഴുതുക? അവിടെ പ്രധാനമായും എടുത്തു പറയേണ്ടത് ഈ വന്യജീവി അക്രമങ്ങൾ ഉൾപ്പെടെയുള്ള വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ട്. പ്രാദേശികമായി അത് നോക്കുമ്പോൾ ജനങ്ങളുടെ മനസ്സിൽ അതൊരു വലിയ പ്രശ്നം തന്നെയാണ്. അവർ അഭിമുഖീകരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ്. അപ്പോൾ ഏത് തരത്തിലൊരു ജനവിധി എഴുത്തായിരിക്കും അവിടെ ഉണ്ടാവാൻ സാധ്യതയുള്ളത്? അജി കുഞ്ഞുമോൻ നേരത്തെ മഹേഷെല്ലാം സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ മലപ്പുറം ജില്ല എന്ന് പറയുന്നത് പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയുടെ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം UDF-നെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാലത്തും ഒരു പച്ചത്തുരുത്ത് തന്നെയാണ്. സംസ്ഥാനത്തുടനീളം ഒരുപക്ഷെ LDF-ന് അനുകൂലമായ കാറ്റ് വീശുന്ന സാഹചര്യങ്ങളടക്കം UDF-നെ എന്നും താങ്ങി നിർത്തിയിട്ടുള്ള ഒരു ജില്ലയാണ് മുസ്ലിം ലീഗ്. അത് നമുക്ക് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കണക്കുകൾ പരിശോധിച്ചാൽ തന്നെ അറിയാം. ഏതാണ്ട് 75%-ലധികം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും UDF-നൊപ്പമാണ്. മാത്രമല്ല ഇത്തവണ നേരത്തെ, അതായത് ഇപ്പോൾ കയ്യിലില്ലാത്ത തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കൂടി പിടിച്ചെടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് UDF മുന്നോട്ട് പോകുന്നത്. പ്രത്യേകിച്ച് മുസ്ലിം ലീഗ് മുന്നോട്ട് പോകുന്നത്. മുസ്ലിം ലീഗ് നേതാക്കന്മാരുമായൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ അക്കാര്യം അങ്ങനെ തന്നെയാണ് പറയുന്നത്. അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഐക്യജനാധിപത്യ മുന്നണിയുമായി സഹകരിക്കാൻ സാധ്യതയുള്ളവരുമായി സഹകരിച്ച് മുന്നോട്ട് പോവുക എന്ന ലക്ഷ്യവുമായും UDF മുന്നോട്ട് പോകുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം നേരത്തെ അജി കുഞ്ഞുമോൻ സൂചിപ്പിച്ചതുപോലെ PV അൻവർ ഫാക്ടർ തന്നെയാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ PV അൻവർ ഇടതുപക്ഷത്തിനൊപ്പമായിരുന്നു. അന്ന് ഇടതുപക്ഷത്തിന് പ്രത്യേകിച്ച് ജില്ലയുടെ വടക്കുകിഴക്കൻ മേഖലയിൽ നിന്നുള്ള നിലമ്പൂർ, ഏറനാട് ഉൾപ്പെടെയുള്ള വണ്ടൂർ ഉൾപ്പെടെയുള്ള നിയമസഭാ മണ്ഡലങ്ങൾ ഉൾപ്പെടുന്ന പ്രദേശങ്ങൾ, ആ പ്രദേശങ്ങളിലൂടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പ്രത്യേകിച്ച് നിലമ്പൂർ നഗരസഭ ഉൾപ്പെടെയുള്ള ഇടങ്ങളിൽ PV അൻവറിന്റെ സ്വാധീനത്തിൽ നിലമ്പൂർ നഗരസഭ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ LDF-ന് പോകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇത്തവണ പക്ഷേ അവിടങ്ങളിലെല്ലാം തന്നെ UDF-ന് ആധിപത്യം സ്ഥാപിക്കാൻ കഴിയുമോ എന്നൊരു പ്രതീക്ഷ UDF-നുണ്ട്. പ്രത്യേകിച്ച് PV അൻവർ അക്കാര്യം വ്യക്തമാക്കുന്നുമുണ്ട്. PV അൻവർ UDF നേതൃത്വവുമായി പലതവണ ചർച്ച നടത്തിയിട്ടുണ്ട്. UDF-ന് അനുകൂലമായിട്ട് തന്നെയായിരിക്കും ഇത്തവണ PV അൻവറിന്റെ തൃണമൂലിന്റെയും നീക്കം എന്നുള്ളത് അൻവർ വ്യക്തമാക്കിയിട്ടുമുണ്ട്. അൻവർ അത് ഉറച്ചു വിശ്വസിക്കുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തവണ ആ മേഖലകളിൽ നിന്ന് UDF-ന് വലിയ
ഒരു പിന്തുണ ഉണ്ടാകുമെന്നൊരു വിശ്വാസം UDF നുണ്ട്. അങ്ങനെയാകുമ്പോൾ നേരത്തെ ഉണ്ടായിരുന്നതിന് വലിയൊരു ഭൂരിപക്ഷത്തിൽ മുന്നോട്ട് പോകാൻ കഴിയുമെന്നൊരു പ്രതീക്ഷ UDF നേതൃത്വം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതേസമയം LDF നെ സംബന്ധിച്ചിടത്തോളം നിലവിൽ LDF ന് സ്വാധീനമുള്ള ഇടങ്ങളിൽ വലിയ മുന്നേറ്റം കാഴ്ചവെക്കാനുള്ള ശ്രമം തന്നെയാണ് LDF നടത്തുന്നത്. പ്രത്യേകിച്ച് പൊന്നാനി ഉൾപ്പെടെയുള്ള മേഖലകളിൽ പെരിന്തൽമണ്ണയിൽ ഉൾപ്പെടെയുള്ള പലയിടങ്ങളിലും LDF ന് സ്വാധീനമുള്ള ഇടങ്ങളുണ്ട്. അവിടങ്ങളിൽ തങ്ങൾക്ക് മുന്നേറ്റം നടത്താനുള്ള ഒരു ശ്രമം തന്നെയാണ് നടത്തുന്നത്. പക്ഷേ UDF നെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാലത്തും UDF ൽ പ്രത്യേകിച്ച് കോൺഗ്രസും ലീഗും തമ്മിലുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന ഇടങ്ങളുണ്ട്. അവിടങ്ങളിലെ പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് UDF നെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രധാനപ്പെട്ട പ്രശ്നമായി മുന്നോട്ട് പോകുന്നത്. പക്ഷെ കഴിഞ്ഞ തവണകളെ അപേക്ഷിച്ച് ഇത്തവണ അത് താരതമ്യേന കുറവാണ്. കഴിഞ്ഞ തവണകളിൽ ഏതാണ്ട് 20ഓളം പഞ്ചായത്തുകളിൽ പ്രശ്നങ്ങൾ നിലനിന്നിരുന്നു. പക്ഷേ ഇത്തവണ താരതമ്യേന കുറവാണ്. എങ്കിൽ പോലും പലയിടങ്ങളിൽ മൂത്തേടം പോലുള്ള പഞ്ചായത്തുകളിലടക്കം ഈ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എല്ലാ കാലത്തും ഉണ്ടായിരുന്നത് ഈ പൊന്മുണ്ടം പഞ്ചായത്തിലെ പ്രശ്നമാണ്. അവിടെ പൊന്മുണ്ടം കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു കോൺഗ്രസ് തന്നെയുണ്ട്. അവർ LDF-മായി സഹകരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ അടക്കം പുറത്തുവരുന്ന, CPM-മായി സഹകരിക്കുന്ന അടക്കമുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരുന്ന ഒരു സാഹചര്യമുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ വരുമ്പോൾ സ്വാഭാവികമായും ഈ പൊന്മുണ്ടം കോൺഗ്രസ് ഇടതുപക്ഷത്തിനൊപ്പം നിൽക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഇത്തവണ PK കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ള മുസ്ലിം ലീഗ് നേതാക്കൾ കോൺഗ്രസിന് തക്കതായ താക്കീത് നൽകിയിട്ടുള്ള വിവരമാണ് നമുക്ക് നേതൃത്വത്തിൽ നിന്ന് ലഭിക്കുന്ന വിവരം. അതായത് ഇത്തവണ UDF-നൊപ്പം പൊന്മുണ്ടം കോൺഗ്രസ് നിലനിൽക്കണം, ഉറച്ചു നിൽക്കണം എന്നുള്ള ഒരു താക്കീത് നൽകിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് 2 ദിവസത്തിനകം ഒരു കൃത്യമായ തീരുമാനം ഉണ്ടാകുമെന്നുള്ള വിവരം ലഭിക്കുന്നുണ്ട്. അങ്ങനെ പ്രശ്നങ്ങളൊക്കെ രമ്യമായി പരിഹരിച്ച് മുന്നോട്ട് പോകാനുള്ള ശ്രമം തന്നെയാണ് UDF-ന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് എന്നുള്ളത് തന്നെയാണ്. ഇത്തവണ അത്തരത്തിലുള്ള മറ്റു പ്രശ്നങ്ങളെല്ലാം തന്നെ രമ്യമായി പരിഹരിച്ച് മുന്നോട്ട് പോകാൻ തന്നെയാണ് UDF-ന്റെ തീരുമാനം. മറിച്ചൊന്നും മലപ്പുറം ജില്ലയെ സംബന്ധിച്ച് ഒന്നും പ്രതീക്ഷിക്കേണ്ട സാഹചര്യമില്ല. ജില്ലാ പഞ്ചായത്ത് ആണെങ്കിൽ പോലും ജില്ലാ പഞ്ചായത്ത് ശരി, ഏതായാലും നമുക്ക് ഇത്തവണ കാത്തിരുന്ന് കാണാം എങ്ങനെയായിരിക്കും മലപ്പുറം ജനവിധി എഴുതുന്നത് എന്നുള്ളത്. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് നിലമ്പൂരിൽ ഏത് തലത്തിലുള്ള സ്വാധീനം അൻവർ ചെലുത്തിയിട്ടുണ്ട് എന്ന് തീർച്ചയായും രാഷ്ട്രീയ കേരളം സമഗ്രമായി തന്നെ വിലയിരുത്തുകയും ചെയ്യും.